അവബോധാതീത മനസ്സിൻ്റെ അത്ഭുതകരമായ ശക്തികൾ. നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കേൾക്കുന്നത് ജീവിത വിജയത്തിലേക്ക് എന്ന നമ്മുടെ ഒരു സന്ദേശമാണ്. ഞാൻ സൂരജ് കക്കാട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തിയെക്കുറിച്ചാണ്. അവബോധാതീത മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും സന്തോഷവും ദുഃഖവും സമ്പത്തും ദാരിദ്ര്യവും പലപ്പോഴും പുറം ലോകം തീരുമാനിക്കുന്നതല്ല. അവയുടെ തുടക്കം നമ്മുടെ ഉള്ളിലെ ചിന്തകളാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. ബ്രഹ്മാണ്ടത്തിലെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് മനുഷ്യൻ. പരമാത്മാവ് മനുഷ്യന് ചിന്തിക്കാനും സ്വപ്നം കാണാനും സൃഷ്ടിക്കാനും കഴിയുന്ന അത്ഭുതകരമായ മനസ്സ് നൽകി. ദൈവം ഭൂമി സൃഷ്ടിച്ചു, മനുഷ്യൻ നഗരങ്ങൾ സൃഷ്ടിച്ചു. ദൈവം മരങ്ങൾ സൃഷ്ടിച്ചു, മനുഷ്യൻ മനോഹരമായ പൂന്തോട്ടങ്ങൾ സൃഷ്ടിച്ചു. ദൈവം ഇരുമ്പും സ്വർണവും ഭൂമിയിൽ നൽകി. മനുഷ്യൻ അവ ഉപയോഗിച്ച് കാറുകളും വിമാനങ്ങളും കമ്പ്യൂട്ടറുകളും ആഭരണങ്ങളും നിർമ്മിച്ചു. ഇതെല്ലാം സാധ്യമായത് മനുഷ്യൻ്റെ അവബോധാതീത മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ്. അവബോധാതീത മനസ്സ് എന്താണ്? നമ്മുടെ മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ബോധമനസ്സ്, രണ്ടാമത്തേത് അവബോധാതീത മനസ്സ്. നിങ്ങളിപ്പോൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും ബോധമനസ്സാണ്. എന്നാൽ നിങ്ങളുടെ ശീലങ്ങൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ, ഓർമ്മകൾ എന്നിവ സൃഷ്ടിക്കുന്നത് അവബോധാതീത മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡ്. അത് ഒരിക്കലും ഉറങ്ങുന്നില്ല. നിങ്ങൾ ഉറങ്ങുമ്പോഴും അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ പരാജയപ്പെട്ടവനാണെന്ന്. നിങ്ങളുടെ മനസ്സ് അതിനെ പതുക്കെ പതുക്കെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ വിജയിച്ചവനാണ്, എല്ലാം നേടിയവനാണ്. നിങ്ങളുടെ മനസ്സ് പിന്നീട് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങുന്നതിലേക്കാണ്. ഇതിന് ഒരു ഉദാഹരണമായി ഞാൻ പറയുന്നത്, ഒരു കർഷകൻ വിഷച്ചെടിയുടെ വിത്ത് വിതച്ചാൽ ആ കർഷകന് വിഷച്ചെടിയാണ് ഉണ്ടാവുക. ഒരു കർഷകൻ നല്ല വിത്ത് വിതച്ചാൽ നല്ല വിളകൾ അവന് കിട്ടും. അതുപോലെ തന്നെയാണ് ബോധമനസ്സും അവബോധ മനസ്സും തമ്മിലുള്ള ഒരു മനുഷ്യൻ്റെ ചിന്തിക്കാൻ കഴിയുന്നതിലേക്ക് അപ്പുറത്തേക്ക് മനുഷ്യനെ നയിച്ചു കൊണ്ടുപോകുന്ന ആ അവബോധ മനസ്സ് നിങ്ങളെല്ലാവരും തിരിച്ചറിയണം. അതിനെ മനസ്സിലാക്കി നിങ്ങൾ കാലത്തെ നേരത്തെ എഴുന്നേറ്റ് കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സന്ദേശം എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. ഞാൻ ശക്തനാണ്, ഞാൻ ധൈര്യവാനാണ്, ഞാൻ എന്തും നേടിയെടുക്കാൻ കഴിവുള്ളവനാണ്, ഞാൻ പരമാത്മാവിൻ്റെ ഒരു സൃഷ്ടിയാണ്, പരമാത്മാവിലുള്ള എല്ലാ കഴിവും എന്നിലുണ്ട്, അത് ബ്രഹ്മാണ്ടം എനിക്ക് നൽകും. ആ ഫ്രീക്വൻസിയിലേക്ക് ഞാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിലേക്കായി ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങാനായി അതെല്ലാം എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ എന്നും സങ്കല്പമെടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് ചേഞ്ച് വരുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.